പ്രവാസി മലയാളികളെ കള്ള വോട്ടർമാരായി ചിത്രീകരിക്കാനുള്ള MLAയുടെ നീക്കം അപലനീയമാണ്. നാദാപുരം നിയോജക മണ്ഡലം പ്രവാസി മലയാളികൾ കൊണ്ട് ഏറെ സമ്പന്നമാണ്. ഈ നാട്ടിൻ്റെ സർവ്വവിധ പുരോഗതിയിലും പ്രവാസികൾ വഹിക്കുന്ന പങ്ക് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം പ്രവാസികൾ അധിവസിക്കുന്ന നിയോജക മണ്ഡലത്തിലൊന്നാണ് നാദാപുരം. ഈ നാദാപുരം നിയോജക മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള സ്ഥലത്തുള്ള വോട്ടർമാർ വോട്ട് ചെയ്യുമ്പോൾ അത് കള്ള വോട്ടാണെന്നും അവരുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ നടത്തണമെന്നുമുള്ള MLAയുടെ വാദം ഈ നാട്ടിലെ പ്രവാസികളോട് MLA ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. നാദാപുരം നിയോജക മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെടും. ആ പരാജയ ഭീതിയിൽ നിന്നാണ് ഈ വാദം MLAക്കും LDFനും ഉണ്ടായത് എന്ന കാര്യം തീർച്ചയാണ്. നമുക്കറിയാം, നാദാപുരം എന്ന് പറയുന്നത് കേരളത്തിൽ പ്രവാസികൾ കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് നാദാപുരത്തു നിന്നാണ്. ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള മേഖലയാണ് നാദാപുരവും അതേപോലെ തന്നെ കുറ്റിയാടിയും കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ. ആ പ്രവാസികൾക്കെതിരെ MLA ഇന്നലെ പറഞ്ഞ് ഉപയോഗിച്ച പദം അവരെ കള്ളന്മാരായി ചിത്രീകരിക്കുന്ന രീതി അങ്ങേയറ്റം ദൗർഭാഗ്യമായി പോയി. കാരണം ഒരു MLA അങ്ങനെ പറയാൻ പാടില്ല. അത്രത്തോളം വിദേശ രാജ്യത്ത് പോയി മണലോരത്ത് കിടന്ന് 50 ഡിഗ്രി ചൂടിൽ പണിയെടുക്കുന്ന ഈ പ്രവാസികളെ സംബന്ധിച്ചോളം അവർക്കൊരു വോട്ട് വലുതാണ്. അവർ വലിയ ഈ പ്രയാസ യുദ്ധം നടക്കുമ്പോൾ വലിയ പൈസ മുടക്കി നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അവരെയാണ് കള്ളവോട്ടർമാരായി ചിത്രീകരിച്ചത്. അങ്ങേയറ്റത്ത് തെറ്റാണ്. അവരതിൻ്റെ രേഖകളും കൊടുത്തിട്ടില്ല അവർ ബൂത്തിൽ പോയി വോട്ട് ചെയ്യുക. അപ്പോൾ എത്രയോ ആൾക്കാർ നാട്ടിലെത്തിയിട്ടുണ്ട്. അവരെ നമ്മൾ കളറായിട്ടോ അല്ലെ മറ്റു രീതിയിൽ ചിത്രീകരിക്കാൻ പാടില്ല. ഒരു MLA ശ്രമിച്ചോളും. ഇത് പരാജയ ഭീതി കൊണ്ടുകൊണ്ടാണ്. നാദാപുരം 50 കൊല്ലത്തിന് ശേഷം UDF ജയിക്കാൻ പോണ്, വലിയ വോട്ടിന് ജയിക്കാൻ പോണ്. അപ്പോൾ ഇവർക്കൊരു പരാജയം മുമ്പിൽ കണ്ടപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഇപ്പോൾ തടി ഊരാനായിട്ടൊരു കണ്ടുപിടുത്തമാക്കി മാറ്റിയിരിക്കുക. പ്രവാസികളുടെ കള്ളവോട്ട് വരാൻ പോകുന്നു, കള്ളവോട്ട് വരാൻ പോകുന്നു. യഥാർത്ഥത്തിൽ അത് നമ്മൾ എന്താ പറയുക, ഒരു സത്യത്തിന് നിരക്കാത്ത ഒരു കാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു മേഖലയാണ് കോഴിക്കോട് ജില്ല. അത് മനസ്സിലാക്കണമായിരുന്നു MLA. ഒരുപാട് കാലം നാദാപുരം നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ജനപ്രതിനിധികളായിട്ടുള്ളത് CPIയുടെ ജനപ്രതിനിധികളാണ്. നാദാപുരത്തെ പ്രവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്തത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചാ വിഷയമായപ്പോൾ അവരെ അധിക്ഷേപിച്ചുകൊണ്ട് വേദനാജനകമായ പ്രസ്താവനയാണ് ഇന്ന് ബഹുമാനപ്പെട്ട MLAയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വളരെ നിരാശാജനകമാണ്, ഏറെ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ഇത്തരത്തിലുള്ള വാചകങ്ങൾ ഒരുപാട് സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള ഈ നാദാപുരം നിയോജക മണ്ഡലത്തിൽ ഒരുപാട് സേവന മേഖലയിലും തൊഴിൽ മേഖലയിലും ഒരുപാട് അർപ്പണബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള പ്രവാസികളെ ദുഃഖിപ്പിക്കുന്ന വിധത്തിലാണ് MLA ഇന്ന് സംസാരിച്ചത്. അതിനോടുള്ള പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുകയാണ്.